റിപ്പോർട്ട് ബ്രേക്കിംഗ്. മൊബൈൽ ആപ്പിൽ തുടർച്ചയായി വരുന്ന അപ്ഡേഷനുകൾ കാരണം വയനാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ദുരിതത്തിൽ. സാങ്കേതിക തകരാർ മൂലം ചിത്രം പതിയാത്തതിനാൽ നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമാകുന്ന സാഹചര്യമാണ്. ആപ്പിലെ തകരാർ പരിഹരിക്കാൻ ഓരോ തവണയും KYC നടപടികൾ പൂർത്തിയാക്കേണ്ടത് തൊഴിലാളികളെയും മേറ്റുമാരെയും ഒരേപോലെ വലയ്ക്കുന്നു. ആപ്പിൽ ചിത്രം അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തതിനാൽ ജില്ലയിൽ പലയിടങ്ങളിലും തൊഴിലാളികൾ പണി ചെയ്യാതെ മടങ്ങുന്ന സാഹചര്യമുണ്ട്. ദീപമോഹൻ ഇപ്പോൾ സ്ഥലത്തുണ്ട് തൊഴിലാളികൾക്കൊപ്പം. ദീപക്, എന്താണ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറ്റിയത്? അവരുടെ ഫോട്ടോയൊക്കെ പതിയാത്തത് എന്താ? ആപ്പിന്റെ സാങ്കേതിക തകരാറിന് പാവപ്പെട്ട ഈ തൊഴിലാളി സുഹൃത്തുക്കളുടെ പണി കളയുന്നത് മോശമുള്ള പരിപാടിയല്ലേ? ഗുഡ് മോർണിംഗ് ദീപക്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തൊഴിലുറപ്പ് പദ്ധതി, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നത് പിന്നോക്ക വിഭാഗങ്ങൾക്കേറെ ആശ്വാസകരമായുള്ള രീതിയിലാണ് മുൻകാലങ്ങളിലൊക്കെ തന്നെ നടന്നു പോയിരുന്നത്. എന്നാൽ കുറച്ചു കാലങ്ങളായി ഈയിടെയായി തൊഴിലുറപ്പ് പദ്ധതിയിൽ വലിയ പ്രതിസന്ധികൾ തൊഴിലാളികൾ നേരിടുന്നുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഓരോ ദിവസത്തെയും രാവിലെ ജോലി ചെയ്യുന്ന സമയത്തും ഒപ്പം ജോലി കഴിഞ്ഞ് മടങ്ങുന്ന സമയത്തും ഇവർ കൃത്യമായി തൊഴിലാളികളുടെ ഫോട്ടോ എടുത്ത് അപ്ഡേഷൻ ചെയ്യണം. അതായത് ജോലി തുടക്കത്തിൽ ഓരോരുത്തരുടെയും വ്യക്തിഗതമായുള്ള ഫോട്ടോയും ജോലിക്ക് ശേഷം വൈകുന്നേരത്തോടു കൂടി ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോയുമാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ അപ്ഡേഷൻ ചെയ്യേണ്ടത്. പക്ഷേ ഈ തുടർച്ചയായുള്ള അപ്ഡേഷനുകൾ, അതോടൊപ്പം പല തൊഴിലാളികളുടെയും ഫോട്ടോ അല്ലെങ്കിൽ ചിത്രം പതിയാത്തതൊക്കെ വലിയ പ്രതിസന്ധി ഈ തൊഴിലുറപ്പ് തൊഴിലാളികളും ഒപ്പം മേറ്റുമാരും അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഏകദേശം 30-ലധികം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവിടെയുണ്ട്. പനമരം ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ ആണ് ഇവിടെ ഈ തോടിൻ്റെ നിർമ്മാണ പ്രവർത്തികൾക്കായി വന്നതാണ്. ഇവർ രാവിലെ 8 മണിയോടുകൂടിയാണ് പരിപാടി തൊഴിലിൻ്റെ ഫോട്ടോ എടുപ്പെല്ലാം ആരംഭിക്കുന്നത്. പക്ഷേ ഇത്ര നേരമായിട്ടും അവരെ കൊണ്ട് അത് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഞങ്ങളിവിടെ വന്ന് 10-15 മിനിറ്റായി. ഒരു ചേട്ടൻ്റെ ഫോട്ടോ കുറേ തവണയായി എടുക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെയുള്ള മേറ്റുമാരടക്കം ചേരുന്നുണ്ട്. രാവിലെ എത്ര മണിക്കാണ് ഫോട്ടോ എടുക്കേണ്ടത്? ഇപ്പോൾ ഫോട്ടോ കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ? താമസം എന്തെങ്കിലും വരുന്നു? രാവിലെ 7 മണിക്ക് എടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ 8 മണിക്ക് എടുക്കുന്നത്. 8 മണിക്കായാലും ചില ഫോട്ടോകൾ എടുക്കാനാവുന്നില്ല, പിന്നെ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ കുറേ ആ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ വല്ലാണ്ട് താമസം വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ അടുത്ത ഫോട്ടോ എടുക്കും, ലാസ്റ്റ് എന്നിട്ട് അവരെ ഫോട്ടോ എടുക്കും. അങ്ങനെ 2-3 ആളെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫോട്ടോ എടുക്കാതായി കഴിഞ്ഞാൽ പിന്നെ KYC വെച്ച് അപ്ഡേഷൻ അങ്ങനെ എന്തെങ്കിലും അറിയോ? അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? മാച്ചിങ് അല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ KYC ചെയ്തിട്ട് വീണ്ടും മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്നതാണ് പതിവ്. പിന്നെ ഇവർക്കൊക്കെ കിട്ടുന്ന ചില ദിവസങ്ങളിൽ ഇങ്ങനെ പ്രായമായവരുടെ കിട്ടാൻ KYC വെച്ച് ചെയ്യുമ്പോൾ രണ്ടാമത് വീണ്ടും ചെയ്യുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇന്നിപ്പോൾ 30-ലധികം തൊഴിലാളികളുണ്ട്. എത്ര പേരുണ്ടെന്ന്? ഇന്ന് 32 ആളുണ്ട്. വീണ്ടും നമ്മൾ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം വീണ്ടും എടുത്തവരുടെ വീണ്ടും എടുക്കേണ്ടി വരുന്നു. അപ്പോൾ ആ മസ്റ്റോളിൽ പെട്ടവരെ സമയം പാഴായി പോവുകയാണ്. പ്രശ്നം ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല, ഇപ്പൊ ഈ ഓരോരുത്തരെ ഫോട്ടോ എടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഗ്രൂപ്പ് പ്രശ്നമല്ല, ഈ ഒറ്റയ്ക്ക് എടുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അരുൺകുമാർ, അതായത് ഓരോ തവണയും തൊഴിലാളികളുടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത്, വ്യക്തിഗത ഫോട്ടോ എടുക്കുന്ന സമയത്ത് അത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാറില്ല. ലൊക്കേഷൻ അടക്കമാണ് രാവിലെ ഫോട്ടോ എടുക്കേണ്ടത്. ആ ഫോട്ടോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പല തൊഴിലാളികളുടെയും തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അധികൃതർ, മേറ്റുമാരൊക്കെ വളരെ പണിപ്പെട്ടാണ് ഈ ഒരു കടമ്പ മറികടക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും രാവിലെ കൈക്കോട്ടും തൂമ്പയൊക്കെ ആയി തൊഴിലിന് വരുന്ന ആളുകൾ ഈ അപ്ഡേഷൻ ചെയ്യാത്തതിനെ തുടർന്ന് തിരികെ മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി മണിക്കൂറുകളോളം ഈ KYC ഒക്കെ അപ്ഡേഷൻ ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഇവർ തൊഴിലിലേക്ക് ഇറങ്ങുന്നത്. ഏതായാലും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും പറയുന്നുണ്ട്, തൊഴിലുറപ്പ് പദ്ധതി എന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവർ നോക്കിക്കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള മൊബൈൽ അപ്ഡേഷനിലുള്ള തുടർച്ചയായുള്ള അപ്ഡേഷനുകൾ വലിയ ബുദ്ധിമുട്ടിലാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും ഈ ഒരു സ്ഥിതി മാറണം. അതായത് മൊബൈൽ ആപ്ലിക്കേഷനുള്ള കൂടുതൽ കോംപ്ലിക്കേഷനുകൾ മാറ്റി എളുപ്പത്തിൽ ഇവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇത്രയൊക്കെ പുരോഗമിക്കുന്ന സമയത്ത് പാവപ്പെട്ട തൊഴിലാളികളെ ഇങ്ങനെ പരീക്ഷിക്കാവൂ? പാവം അവര് ഒരു ദിവസത്തെ തൊഴിലുറപ്പിന് പോയാൽ കിട്ടുന്ന കൂലി ആശ്രയിച്ച് ജീവിക്കുന്ന എത്ര മനുഷ്യരുണ്ടെന്നറിയൂ? അത്രയും മനുഷ്യർ, അല്ലേ? 10-22 ലക്ഷത്തോളം മനുഷ്യർ പണിയെടുക്കുന്ന ഈ മേഖലയിൽ ഇതേപോലെ ഈ സാങ്കേതിക വിദ്യയൊക്കെ കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് ഏർപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. തട്ടിപ്പ് നടക്കുന്നില്ല, തട്ടിപ്പ് ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പരിപാടിയാണ്. പക്ഷെ അത് തന്നെ വളരെ സങ്കീർണമായി പാവപ്പെട്ട തൊഴിലാളികളാണ്. അവരെ ഇനിയും പരീക്ഷിക്കരുതെന്ന് മാത്രമേ നമുക്കും പറയാനുള്ളൂ.